പുലിക്കൊട്ടിന്റെ താളത്തിൽ ചുവടുവെച്ച് പുലിക്കൂട്ടങ്ങൾ തൃശൂർ നഗരം കീഴടക്കി. പുലിക്കളി ആവേശത്തിൽ അലിഞ്ഞ ജനസാഗരം. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. യുഎയിൽ നിന്നെത്തിയ 38കാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഈ മാസം 30-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം പുതിയ മേൽശാന്തി ചുമതലയേൽക്കും. മറ്റത്തൂർ മുപ്പിളിയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. വാർത്തകൾ വിശദമായി. ഓണാഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ച് നാലോണനാളിൽ ശക്തന്റെ തട്ടകത്തെ ആവേശത്തിലാഴ്ത്തി പുലിക്കളി സംഘങ്ങൾ. 7 സംഘങ്ങളിലായി എത്തിയ 350ഓളം പുലികളാണ് നഗരം കീഴടക്കിയത്. പുലിക്കൊട്ടിനൊപ്പം അരമണി കിലുക്കി ചടുല ചുവടുകൾ വെച്ച് ദേശങ്ങളിലെ പുലിമട വിട്ടിറങ്ങിയ പുലിസംഘങ്ങൾ അക്ഷരാർത്ഥത്തിൽ പൂരനഗരിയെ പുലിനഗരിയാക്കി മാറ്റി. കുട്ടിപ്പുലികൾ മുതൽ കൊടവയറൻ ഭീമൻ പുലികൾ വരെയാണ് ഓരോ സംഘങ്ങളിലായി അണിനിരുന്നത്. വിയൂർ ദേശം, പൂങ്കുന്നം, സീതാറാമിൽ, ചക്കാമുക്ക് എന്നീ 3 സംഘങ്ങളിലായി ഇറങ്ങിയ 6 പെൺപുലികൾ ശ്രദ്ധയാകർഷിച്ചു. ഇതിൽ സഹോദരിമാരും ഉണ്ടായി എന്നതും ഇത്തവണത്തെ സവിശേഷതയായി. ചായങ്ങൾ വിരുന്നൂട്ടിയ പുലിക്കളിയിൽ പതിവ് പുള്ളി, വരയൻ, കരിമ്പുലികൾക്കൊപ്പം സിൽവർ, പച്ച എന്തിന് കാഴ്ചയ്ക്ക് പൊലിമ കൂട്ടിയ ഫ്ലൂറസന്റ് പുലികൾ വരെ നഗരവീഥികളിൽ നിറഞ്ഞാടി. ഓരോ സംഘങ്ങൾക്കും മാറ്റേകി വർണ്ണവിസ്മയം നിറഞ്ഞ നിശ്ചല ദൃശ്യങ്ങളും പുലിവണ്ടിയും അകമ്പടിയേകി. വയനാട് ദുരന്തത്തെ ഓർമ്മിപ്പിച്ചും ആ ജനതയെ ചേർത്തു പിടിക്കുന്നതുമായ നിശ്ചല ദൃശ്യങ്ങൾ ഏവരുടെയും മനം കവർന്നു. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ അമ്മയെയും കുഞ്ഞിനെയും സംരക്ഷണം ഒരുക്കി കാവൽ നിന്ന കാട്ടാനയുടെ നിശ്ചല ദൃശ്യം കാണികളിൽ നൊമ്പരമുണർത്തി. വടക്കുംനാഥനും ദേശീയതയും വികസന വിജ്ഞാന വിഷയങ്ങളുമെല്ലാം ഇതിവൃത്തമാക്കിയ നിശ്ചലാവിഷ്കാരങ്ങളും പുലിക്കളിക്ക് മിഴിവേകി. അപകടരഹിത സന്ദേശം പകർന്നു നൽകിയുള്ള പോലീസിന്റെ ബോധവൽക്കരണ നിശ്ചല ദൃശ്യവും വേറിട്ടതായി. കാനാട്ടുകര ദേശത്തിനൊപ്പം അണിനിരുന്ന മൊട്ടക്കൂട്ടായ്മയിലെ 100ഓളം മൊട്ടകൾ കാഴ്ചക്കാരിൽ കൗതുകം പകർന്നു. സ്വരാജ് റൗണ്ടിലെത്തി നടുവിലാൽ ഗണപതിക്ക് തേങ്ങയുടച്ച് കളിയാരംഭിച്ച പുലിസംഘങ്ങൾ രാവു പകലാക്കി മണിക്കൂറുകളാണ് പ്രദക്ഷിണ വഴിയിൽ ആടിത്തിമിർത്തത്. VIP പവലിയൻ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും കോർപ്പറേഷൻ കാണികൾക്കായി ഒരുക്കിയിരുന്നു. സ്ത്രീകളും കുട്ടികളും നിരവധി വിദേശികളും ഉൾപ്പെടെ ആയിരക്കണക്കിന് പേരാണ് പുലിക്കളി കണ്ടാസ്വദിക്കാനായി തൃശൂരിലേക്ക് എത്തിയത്. നഗരം കീഴടക്കിയ പുലിസംഘങ്ങൾ കാണികളുടെ മനം കവർന്ന ശേഷമാണ് പുലിച്ചുവടുകളുമായി പുലിമടകളിലേക്ക് മടങ്ങിയത്. ക്യാമറമാൻ ആഷിഖ് ബേലൂരിനൊപ്പം അഭിജിത്ത് തളച്ചിറ, TCV. പുലിക്കളിക്ക് തുടക്കം കുറിച്ച് മേയർ MK വർഗീസ് ഫ്ളാഗ് ഓഫ് നിർവഹിച്ചു. നായ്ക്കനാലിൽ പാട്ടുരാക്കൽ ദേശം പുലിക്കളി സംഘത്തിന്റെ ഫ്ളാഗ് ഓഫോടെയാണ് പുലിക്കളിക്ക് തുടക്കമായത്. മന്ത്രിമാരായ K രാജൻ, ഡോക്ടർ R ബിന്ദു, GR അനിൽ, P ബാലചന്ദ്രൻ MLA, കമ്മീഷണർ R ഇളങ്കോ, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, കൌൺസിലർമാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. വിയൂർ യുവജന സംഘം, വിയൂർ ദേശം, സീതാറാമിൽ, ശങ്കരംകുളങ്ങര, ചക്കാമുക്ക്, കാനാട്ടുകര തുടങ്ങിയ ദേശങ്ങളിൽ നിന്നുള്ള പുലിക്കളി സംഘങ്ങളും ഒന്നൊന്നായി സ്വരാജ് റൗണ്ടിലൂടെ വലം വെച്ച് ആടിത്തിമിർത്തു. പുലിവരയിലെ ആദ്യ ഊഴത്തിൽ പതറാതെ ശ്രീതു. അമ്മാടം സ്വദേശിയായ ചെല്ലിക്കാട്ടിൽ സുധീന്ദ്രന്റെ മകളായ ഈ +2കാരി ആദ്യമായാണ് പുലിവരയ്ക്ക് എത്തിയത്.
മാതാപിതാക്കൾക്കൊപ്പമാണ് പാട്ടുരായ്ക്കൽ ദേശത്തിന്റെ പുലികളെ വരയ്ക്കാൻ ശ്രീതു എത്തിയത്. ആദ്യ ഊഴം വിജയിച്ചതിന്റെ സന്തോഷത്തിലാണ് ശ്രീതു. ഞാൻ ആദ്യമായിട്ടാണ് വരയ്ക്കാൻ വന്നത്. എൻ്റെ പാപ്പ ഇവിടെ തൃശ്ശൂർ തന്നെയാണ്. അപ്പോൾ താല്പര്യം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ വാട്ടർ കളർ, ഓയിൽ പെയിൻറ് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് വന്നത്. ഞാൻ കലോത്സവത്തിലൊക്കെ പോയിട്ടുണ്ട്, A ഗ്രേഡ് കിട്ടിയിട്ടുള്ളത്. വാട്ടർ കളറിലാണ് മെയിനായിട്ട് ചെയ്യാറ്. നമ്മൾ ക്യാൻവാസിൽ വരയ്ക്കണ പോലെ അത്ര എളുപ്പമായിട്ട് തോന്നിയില്ല, ഇങ്ങനെ ഇനങ്ങല്ലേ. അപ്പോൾ എന്നാലും പറ്റണ പോലെ പരമാവധി ആദ്യമായിട്ട് ചെയ്യണമല്ലോ, അതിൻ്റെ കുറവുകളുണ്ട്, എന്നാലും ഞാൻ പറ്റണ പോലെ ചെയ്യും. വാട്ടർ കളറിംഗിൽ 2022-23 അധ്യയന വർഷത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയിട്ടുണ്ട് ഈ മിടുക്കി. ദില്ലിയിൽ നടന്ന BRC തലത്തിൽ സംഘടിപ്പിച്ച ചിത്രരചനാ മത്സരത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ശ്രീധുവിനെ പിന്തുണയുമായി എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയായ അഖിലും രംഗത്തുണ്ട്. ന്യൂസ് ഡെസ്ക് TCV. നഗരം കീഴടക്കി കുട്ടിപ്പുലികളും പെൺപുലികളും. ഇത്തവണ 6 പെൺപുലികളും 10ഓളം കുട്ടിപ്പുലികളുമാണ് നഗരം കീഴടക്കാനെത്തിയത്. പൂങ്കുന്നം സീതാറാം മില്ലയിൻ ദേശത്തിനു വേണ്ടി 2ഉം വിയൂർ ദേശത്തിനു വേണ്ടി 3ഉം ചക്കാമുക്ക് ദേശത്തിനു വേണ്ടി 1 പെൺപുലിയുമാണ് ഇറങ്ങിയത്. വിയൂർ ദേശത്തിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ കുട്ടിപ്പുലികൾ ഇറങ്ങിയത്. തൃശൂരിലെ പുലിക്കളി സംഘത്തോടൊപ്പം മാസ് എൻട്രിയുമായി ആഗോള മലയാളി സംഘടനയായ മൊട്ട ഗ്ലോബൽ അസോസിയേഷൻ അംഗങ്ങളും നഗരം കീഴടക്കി. പുലികളോടൊപ്പം മൊട്ടത്തലയന്മാരും റൌണ്ടിലിറങ്ങിയത് കൌതുക കാഴ്ചയായി. പുലിക്കളി ടീമിനൊപ്പം കൗതുകമുണർത്തിക്കൊണ്ട് തലമൊട്ടയടിച്ചവരുടെ സംഘടനയായ മൊട്ട ഗ്ലോബൽ പ്രവർത്തകരായ 100 മൊട്ടകളാണ് പുലികൾക്കൊപ്പം സ്വരാജ് റൗണ്ടിലെത്തിയത്. 1.5 മാസം മുൻപ് രൂപീകരിച്ച സംഘടനയാണ് മൊട്ട ഗ്ലോബൽ. 1 മാസം മുമ്പ് ഇവർ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ ഒത്തുചേർന്നിരുന്നു. നിലവിൽ 20 രാജ്യങ്ങളിൽ നിന്നായി 485 മൊട്ടത്തലയന്മാരാണ് ഗ്രൂപ്പിലുള്ളത്. ഇവരിൽ കേരളത്തിനകത്തും പുറത്തു നിന്നുമുള്ള 100ഓളം മൊട്ടത്തലയന്മാരാണ് കറുപ്പ് ഷർട്ടും ചുവന്ന മുണ്ടും കൂളിംഗ് ഗ്ലാസും ധരിച്ച് വരയൻ പുലികൾക്കൊപ്പം നഗരം കീഴടക്കിയത്. കാനാട്ടുകര ദേശത്തിന്റെ പുലിമടയിൽ നിന്നുള്ള സംഘത്തോടൊപ്പമാണ് ഇവർ എത്തിയത്. ബംഗളൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ നിന്നും കാസർഗോഡ്, കണ്ണൂർ, പാലക്കാട് തുടങ്ങി കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നുമുള്ള മൊട്ടകളും സംഘത്തോടൊപ്പം ഉണ്ടായിരുന്നു. പ്രസിദ്ധമായ തൃശൂർ പുലിക്കളിയിലേക്കുള്ള തങ്ങളുടെ ഒരു മാസ് എൻട്രിയാണിതെന്ന് ഗ്ലോബൽ മൊട്ട സംഘടനയുടെ മുഖ്യ സാരഥിയായ സജീഷ് കുട്ടനെല്ലൂർ പറഞ്ഞു. ഞങ്ങൾ മൊട്ട ഗ്ലോബൽ എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. തലമുട്ടയടിച്ച ആളുകളുടെ ഒരു ആഗോള മലയാളി സംഘടനയാണ്. അപ്പം ഇന്ന് ഇപ്രാവശ്യം ഓണം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തന്നെ ആലപ്പുഴ വള്ളംകളി, അതുപോലെ തൃശ്ശൂരിൻ്റെ പുലിക്കളി. അപ്പോൾ പുലിക്കളിയായിട്ടൊന്ന് സമ്മേളിച്ച് കൂടുതൽ ജനകീയമാവാൻ ഒരു മാസ് എൻട്രി അല്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. പുലിക്കളിക്ക് വന്നവരുണ്ടാവും, പക്ഷെ ഈ ഒരു ബ്രാൻഡിൽ ഒരുമിക്കുന്നത് ആദ്യമായിട്ടാണ്. TCV ന്യൂസ്, തൃശൂർ. ഉലക്കയിൽ പുലിച്ചുവടുകളുമായി പാട്ടുരായ്ക്കൽ ദേശം. പുലിക്കളിയിൽ വളരെ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന രീതിയാണിത്. 4 പേർ ചുമലിൽ വയ്ക്കുന്ന ഉലക്കയിൽ നിന്നുകൊണ്ട് പുലിച്ചുവടുകൾ വെച്ചാണ് പാട്ടുരായ്ക്കൽ പുലികൾ പഴമയെ തിരികെ എത്തിച്ചത്. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. യുഎയിൽ നിന്നെത്തിയ മലപ്പുറം എടവണ്ണ സ്വദേശിയായ 38-കാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. യുവാവിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. പടരാൻ സാധ്യത കൂടുതലാണെന്ന് ആരോഗ്യമന്ത്രി പറഞ്ഞു. എല്ലാ ജില്ലകളിലും ഐസൊലേഷൻ വാർഡ് തുടങ്ങി. പനിയും തൊലിപ്പുറത്ത് ചിക്കൻ പോക്സിന് സമാനമായ തടിപ്പുകളും കണ്ടതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയമാക്കുകയായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. 36 വയസ്സുള്ള ഇദ്ദേഹം ആദ്യമായാണ് മേൽശാന്തിയാകുന്നത്. ഇത്തവണ മേൽശാന്തി സ്ഥാനത്തേക്ക് 56 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 54 പേരെ ദേവസ്വം കൂടിക്കാഴ്ചയ്ക്ക് ക്ഷണിച്ചു. കൂടിക്കാഴ്ചയ്ക്ക് ഹാജരായ 51 പേരിൽ 42 പേർ യോഗ്യത നേടി. ഇവരുടെ പേരുകൾ എഴുതി വെള്ളിക്കുംഭത്തിലാക്കി. ഉച്ചപൂജ കഴിഞ്ഞ് നട തുറന്ന ഉടനെ നമസ്കാര മണ്ഡപത്തിൽ നിലവിലെ മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി നറുക്കെടുത്തു. തന്ത്രിമാരായ ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട്, ചേനാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, C മനോജ്, മനോജ് B നായർ, VG രവീന്ദ്രൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നറുക്കെടുപ്പിന് ശേഷം നിയുക്ത മേൽശാന്തി തന്ത്രി മഠത്തിലെത്തി അനുഗ്രഹം വാങ്ങി. 12 ദിവസം ക്ഷേത്രത്തിൽ ഭജനമിരുന്നതിന് ശേഷം 30 രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം ചുമതലയേൽക്കും. ഒക്ടോബർ 1 മുതൽ 6 മാസമാണ് കാലാവധി.
ഗുരുവായൂരപ്പനെ സേവിക്കണമെന്ന വലിയ ആഗ്രഹമായിരുന്നുവെന്നും അത് നിറവേറിയതിൽ വളരെ സന്തോഷമുണ്ടെന്നും നിയുക്ത മേൽശാന്തി ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു. മേൽശാന്തിയാകാൻ അപേക്ഷിച്ച് 8ാം തവണ ഗുരുവായൂരപ്പൻ തന്നെ ചേർത്ത് നിർത്തുകയായിരുന്നുവെന്ന് ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു. പുതുമന ഇല്ലത്തുനിന്ന് ആദ്യമായാണ് ഗുരുവായൂരപ്പനെ സേവിക്കാനുള്ള ഭാഗ്യം ശ്രീജിത്ത് നമ്പൂതിരിയിലൂടെ കൈവരുന്നത്. മെഡിക്കൽ റെപ്പ്, പണമിടപാട് സ്ഥാപനത്തിലെ ബ്രാഞ്ച് മാനേജർ എന്നിങ്ങനെ നിരവധി തൊഴിലുകൾ എടുത്തു കഴിഞ്ഞിരുന്ന ശ്രീജിത്ത് നമ്പൂതിരി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ മേൽശാന്തിയാണ്. ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം തോന്നല്ലൂരിലെ വീട്ടിലെത്തിയ ശ്രീജിത്ത് നമ്പൂതിരിയെ കുടുംബാംഗങ്ങളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചു. വല്യച്ഛൻ പുതുമന കിരാതമൂർത്തി പൊന്നാടണിയിച്ച് അനുഗ്രഹിച്ചു. തുടർന്ന് ശ്രീജിത്ത് നമ്പൂതിരി മാതാപിതാക്കളുടെയും തറവാട്ടിലെ മുതിർന്നവരുടെയും അനുഗ്രഹം വാങ്ങി. വാക്കുകൾക്കപ്പുറമുള്ള ആനന്ദത്തിലാണ് താനെന്ന് ശ്രീജിത്ത് നമ്പൂതിരി പറഞ്ഞു. ഒരുപാട് കാലമായിട്ട് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. 8ാമത്തെ തവണയാണ് ഞാൻ ഇപ്പൊ ഗുരുവായൂർ കൊടുക്കുന്നത്. അത് കിട്ടിയതിൽ അതിയായ സന്തോഷം എന്ന് പറഞ്ഞാൽ അതിന് വാക്കുകൾ പറയാനില്ല. അത്രയും സന്തോഷത്തിലാണ് ഞാൻ നിൽക്കുന്നത്. സന്തോഷത്തിന്റെ ഒരു ആനന്ദ കണ്ണീരും ഒക്കെ ആയിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്നു. പുതുമന പരമേശ്വരൻ നമ്പൂതിരിയുടെയും ആലമ്പള്ളി സാവിത്രി അന്തർജനത്തിന്റെയും 2 മക്കളിൽ മൂത്ത മകനാണ് 36-കാരനായ ശ്രീജിത്ത് നമ്പൂതിരി. ബികോം ബിരുദധാരിയായ ശ്രീജിത്ത് നമ്പൂതിരി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. 20 വയസ്സുള്ളപ്പോഴാണ് മേൽശാന്തിയായി വേലൂർ കുറൂരമ്മ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സേവനം ആരംഭിച്ചത്. 8 വർഷം തുടർച്ചയായി ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തി നിയമനത്തിനായി അപേക്ഷ സമർപ്പിച്ചിരുന്നു. 8ാം തവണയാണ് കണ്ണനെ പരിചരിക്കാനുള്ള നിയോഗത്തിന് അവസരം ലഭിച്ചത്. മുത്തച്ഛൻ ശിവദാസൻ നമ്പൂതിരിയിൽ നിന്നാണ് പൂജാകർമ്മങ്ങളിലെ ബാലപാഠങ്ങൾ അഭ്യസിച്ചത്. തുടർന്ന് ഗുരുവായൂർ പൊട്ടക്കുഴി നാരായണൻ നമ്പൂതിരി, പഴയങ്ങാട്ട് സുമേഷ് നമ്പൂതിരി എന്നിവർക്ക് കീഴിലും പൂജകൾ പഠിച്ചെടുത്തു. പുതുരുത്തി കിണറ്റാമിറ്റം മന കൃഷ്ണശ്രീയാണ് ഭാര്യ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ആരാധ്യ, 2 വയസ്സുകാരൻ ഋഗ്വേദ് എന്നിവർ മക്കളാണ്. മേൽശാന്തിയായി ചുമതലയേറ്റ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ 12 ദിവസം ഭജനയിരിക്കുന്നതിനായി ശ്രീജിത്ത് നമ്പൂതിരി വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. TCV ന്യൂസ്, എരുമപ്പെട്ടി. ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയതോടെ ഭീതിയിൽ മുപ്ലി നിവാസികൾ. മറ്റത്തൂർ പഞ്ചായത്തിലെ 5ാം വാർഡിൽ ഉൾപ്പെടുന്ന മുപ്ലി പ്രദേശത്ത് വീണ്ടും പുലിയിറങ്ങിയത് മേഖലയിലെ കുടുംബങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. പതിവായി കാട്ടാന ഇറങ്ങുന്ന ഈ പ്രദേശത്ത് വീടുകൾക്ക് സമീപം പുലിയെത്തുന്നത് ഇതാദ്യമാണ്. മറ്റത്തൂർ വരന്തരപ്പള്ളി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള കാർഷിക ഗ്രാമമായ മുപ്ലിയിലെ കുടുംബങ്ങൾ വർഷങ്ങളായി വന്യജീവികളെ ഭയന്നാണ് കഴിഞ്ഞുകൂടുന്നത്. വനം വകുപ്പിന്റെ തേക്ക് തോട്ടവും ഹാരിസൺ കമ്പനിയുടെ റബ്ബർ പ്ലാന്റേഷനും റിസർവ് വനവും അതിരിടുന്ന മുപ്ലി ഗ്രാമത്തിൽ കാട്ടാനകളുടെ സാന്നിധ്യം പതിവ് കാഴ്ചയാണ്. പുരയിടത്തിന് ചുറ്റും ഉറപ്പുള്ള കമ്പിവേലിയും അതിനു പുറത്തായി സോളാർ വേലിയും സ്ഥാപിച്ചാണ് ഇവിടെയുള്ള കുടുംബങ്ങൾ കാട്ടാനകളെ പ്രതിരോധിക്കുന്നത്. എന്നാൽ പുലി അപൂർവമായി മാത്രമേ ഇവിടെ കാണപ്പെടാറുള്ളൂ. മുപ്ലിയിലെ ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്ത് പുലിയെത്തിയത് പ്രദേശവാസികളെ ഭീതിയിലാക്കിയിട്ടുണ്ട്. ജോസഫിന്റെ വീട്ടുമുറ്റത്തുള്ള വളർത്തുനായ്ക്കൾ നിർത്താതെ കുരയ്ക്കുന്നത് കേട്ടാണ് വീട്ടിലുണ്ടായിരുന്നവർ ഉണർന്നത്. ജോസഫിന്റെ മകൻ ക്രിസ്റ്റി ജനലിന്റെ കർട്ടൻ നീക്കി പുറത്തേക്ക് നോക്കിയപ്പോഴാണ് മുറ്റത്ത് പുള്ളിപ്പുലി നിൽക്കുന്നതായി കണ്ടത്. ഇന്നലെ രാത്രി 1:30 മണിയായി കാണും. പട്ടി ഭയങ്കരമായിട്ട് കുരക്കണുണ്ട്. മോൻ ജനലിന്റെ വിരി മാറ്റി നോക്കിയപ്പോൾ മുൻവശത്ത് തന്നെ പുള്ളിപ്പുലിയാ, നല്ല വലിപ്പമുള്ളൊരു പുലിയാ മുൻവശത്ത് നിൽക്കണത് ഞങ്ങൾ കണ്ടത്. അപ്പോൾ തന്നെ ഞങ്ങൾ വേഗം വാതിൽ തുറന്നപ്പോഴേക്കും പുലി പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോയി താഴത്തേക്ക്. വീടിന് മുന്നിലുണ്ടായിരുന്ന സെൻസർ സോളാർ ലൈറ്റ് പുലിയെ കണ്ട് തനിയെ പ്രകാശിച്ചപ്പോൾ പുലി മുറ്റത്തെ ചെടിയുടെ മറവിലേക്ക് ഓടി ഒളിക്കുകയായിരുന്നു. വീട്ടുമുറ്റത്തെ വളർത്തുനായ്ക്കളെ പിടികൂടാൻ ലക്ഷ്യമിട്ടാണ് പുലി എത്തിയതെന്നാണ് നിഗമനം. തേക്കുതോട്ടത്തിലൂടെ കടന്നുപോകുന്ന മുപ്ലി കോടാലി റോഡിൽ രാത്രി സമയത്ത് പുലിയെ കാണാറുണ്ടെങ്കിലും വീടുകൾക്ക് സമീപത്തേക്ക് പുലി വരുന്നത് ഇതാദ്യമാണ്. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് പുലിനെ കാണാറുണ്ട്. ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആനയും ഇന്നലെ രാത്രി തന്നെ ഈ സമയത്ത് തന്നെ കൂട്ടായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗേറ്റൊക്കെ വലിച്ചു പറിച്ച് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. റോട്ടിലൊക്കെ ആന ഉണ്ടാവും എപ്പോഴും. കഴിഞ്ഞ ദിവസം 15ഓളം വരുന്ന കാട്ടാനക്കൂട്ടവും മുപ്ലി പ്രദേശത്ത് ഇറങ്ങിയിരുന്നു. കൃഷിയിടത്തിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ഗേറ്റും കോൺക്രീറ്റ് തൂണുകളും കാട്ടാനകൾ തകർത്തു. വന്യജീവികളുടെ ശല്യം മൂലം ഏറെ ഭയന്നാണ് തങ്ങൾ ജീവിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. സംസ്ഥാനത്ത് ഓണക്കാലത്തെ മദ്യവിൽപ്പനയിൽ വർധന. ഈ വർഷം 818.21 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഈ മാസം 6 മുതൽ 17 വരെയുള്ള കണക്കാണിത്.
കഴിഞ്ഞ വർഷം ഓണക്കാലത്ത് 809.25 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഉത്രാടം വരെയുള്ള 9 ദിവസം 701 കോടിയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസങ്ങളിൽ 715 കോടിയുടെ മദ്യം വിറ്റഴിച്ചിരുന്നു. എന്നാൽ തിരുവോണം കഴിഞ്ഞുള്ള 2 ദിവസങ്ങളിൽ കൂടുതൽ മദ്യം വിറ്റഴിച്ചത് മുൻ വർഷത്തെ ആകെ വിൽപ്പന മറികടന്നു. ഉത്രാടനാളിൽ മദ്യവിൽപ്പന മുൻ വർഷത്തേക്കാൾ കൂടിയിരുന്നു. ഇത്തവണ 124 കോടി രൂപയുടെ മദ്യമാണ് വിറ്റത്. കഴിഞ്ഞ വർഷത്തെ ഉത്രാടദിന വിൽപ്പന 120 കോടിയായിരുന്നു. വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ പരാക്രമം കാണിച്ച് യാത്രക്കാരെയും ജീവനക്കാരെയും ഭീതിയിലാക്കിയ ഇതര സംസ്ഥാനക്കാരനെ വടക്കാഞ്ചേരി പോലീസ് സാഹസികമായി കീഴ്പ്പെടുത്തി. റെയിൽവേ സ്റ്റേഷനിൽ അലഞ്ഞുതിരിഞ്ഞ് നടന്നിരുന്ന ബംഗാൾ സ്വദേശിയാണ് അക്രമം കാണിച്ചത്. ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോവുകയായിരുന്ന വേണാട് എക്സ്പ്രസിന് മുന്നിൽ ചാടുകയായിരുന്നു. ട്രെയിൻ വേഗം കുറച്ചു പോയതിനാൽ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പരിക്കേറ്റയാൾ റെയിൽവേ സ്റ്റേഷനിൽ പരാക്രമം കാണിച്ച് ഭീതിയിലാക്കി. റെയിൽവേ ഉദ്യോഗസ്ഥർ വടക്കാഞ്ചേരി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയതോടെ റെയിൽവേ സ്റ്റേഷന് സമീപം കൂട്ടിയിട്ടിരുന്ന മെറ്റൽ കൂനയിലേക്ക് ഓടിക്കയറി. പോലീസിനും യാത്രക്കാർക്കും ട്രെയിനും നേരെ കല്ലുകൾ എറിഞ്ഞു. എസ്ഐമാരായ TC അനുരാജ്, ഹുസൈനാർ എന്നിവരുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തിയാണ് അക്രമിയെ കീഴ്പ്പെടുത്തിയത്. കടപ്പുറം പുതിയങ്ങാടിയിൽ ഓലവീട് കത്തിനശിച്ചു. വീട്ടുകാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കുറുപ്പത്ത് ഷെഫീറിന്റെ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. ഈ സമയം വീട്ടുകാർ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. വീടിന് മുൻഭാഗം തീ കത്തിപ്പിടിച്ച് പടർന്നു വരുമ്പോൾ ചൂട് ശരീരത്തിൽ അടിച്ചതോടെയാണ് ഉറങ്ങുകയായിരുന്ന ഷെഫീർ മകൻ ആദിൽ തീപിടുത്തം അറിഞ്ഞത്. തുടർന്ന് ആദിൽ വീട്ടുകാരെ വിളിച്ചുണർത്തി വീടിന് പുറത്തേക്കോടി രക്ഷപ്പെടുകയായിരുന്നു. സമീപവാസികൾ എത്തിയാണ് തീ കെടുത്തിയത്. മധ്യകേരളത്തിലെ ക്ഷേത്രോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന പ്രസിദ്ധമായ തിരുവില്ലാമല നിറമാല മഹോത്സവം വ്യാഴാഴ്ച നടക്കും. നിറമാല മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ആനച്ചമയ പ്രദർശനം കാണാൻ വൻ തിരക്കാണ് അനുഭവപ്പെട്ടത്. കന്നിമാസത്തിലെ 30 വ്യാഴാഴ്ചയാണ് നിറമാല മഹോത്സവം നടക്കുന്നത്. ക്ഷേത്രവും പരിസരവും താമരമാലകളാലും മറ്റ് പുഷ്പത്തോരണങ്ങളാലും അലങ്കൃതമായി. ഏക്കമില്ലാതെയാണ് ആനകളും വാദ്യകലാകാരന്മാരും നിറമാല മഹോത്സവത്തിന് പങ്കെടുക്കുക. രാവിലെ ക്ഷേത്രത്തിൽ കലാമണ്ഡലം അച്യുതൻ, ഞെരളത്ത് രാമദാസ്, സിന്ധു ശ്രീകുമാർ, രഘുനന്ദൻ എന്നിവർ ചേർന്ന് അവതരിപ്പിക്കുന്ന അഷ്ടപതിയോടെ ഉത്സവത്തിന് തുടക്കമാകും. പഞ്ചാരിമേളത്തോടെ നടക്കുന്ന ശീവേലി എഴുന്നള്ളിപ്പിന് കിഴക്കൂട്ട് അനിയന്മാരാരും ഉച്ചയ്ക്ക് പഞ്ചവാദ്യത്തോടെ നടക്കുന്ന കാഴ്ച ശീവേലിക്ക് കുനിശ്ശേരി അനിയന്മാരാരും പ്രമാണിത്വം വഹിക്കും. ഉച്ചയ്ക്ക് ഓട്ടൻതുള്ളൽ, വൈകിട്ട് നാഗസ്വര കച്ചേരി, ദീപാരാധന, വിളക്കുവെപ്പ്, സോപാന സംഗീതം, നൃത്തം, തായമ്പക, രാത്രി 12 മണിക്ക് മദ്ദളകേളി, ശീവേലി എന്നിവ നടക്കും. ചിറക്കൽ കാളിദാസൻ, പാമ്പാടി രാജൻ, ചെർപ്പുളശ്ശേരി രാജശേഖരൻ, മച്ചാട് അയ്യപ്പൻ, പാമ്പാടി സുന്ദരൻ എന്നീ ആനകൾ എഴുന്നള്ളിപ്പിൽ പങ്കെടുക്കും. വെള്ളിയാഴ്ച രാവിലെ നാദസ്വരത്തോടെ ഉത്സവത്തിന് സമാപനമാകും. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ കണക്കിലെ വിവാദം മന്ത്രിസഭാ യോഗത്തിൽ ചർച്ചയായി. നടപടിക്രമങ്ങൾ മന്ത്രിസഭാ യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ വിശദീകരിച്ചു. മുൻകാലങ്ങളിലെ രീതി പിന്തുടർന്നാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയതെന്ന് മന്ത്രി പറഞ്ഞു. ഇതേസമയം കണക്കുകൾ വിവാദമായതിലെ ആശങ്ക യോഗത്തിൽ മന്ത്രിമാർ പങ്കുവച്ചു. കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ള ധനസഹായത്തെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് മന്ത്രിമാർ പങ്കുവച്ചത്. ഓൺലൈനായാണ് യോഗം ചേർന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിലെ നടപ്പന്തലിൽ വീഡിയോഗ്രാഫിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. ഹൈക്കോടതിയാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. വിവാഹ ചടങ്ങുകൾക്കും മതപരമായ ചടങ്ങുകൾക്കുമല്ലാതെ വീഡിയോഗ്രാഫി അനുവദിക്കരുതെന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം. സെലിബ്രിറ്റികളെ അനുഗമിച്ചുള്ള ബ്ലോഗർമാരുടെ വീഡിയോഗ്രാഫിക്കും ഹൈക്കോടതി നിയന്ത്രണം ഏർപ്പെടുത്തി. ഗുരുവായൂർ ദേവസ്വം ക്ഷേത്രവിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ ദേവസ്വം ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കൈരളി ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച മാർച്ച് മഹാരാജ ജംഗ്ഷനിൽ പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം സ്വാമി തേജസ്വരൂപാനന്ദ ഉദ്ഘാടനം ചെയ്തു. ഹിന്ദു ഐക്യവേദി ചാവക്കാട് താലൂക്ക് സമിതി പ്രസിഡന്റ് സോമൻ തിരുനെല്ലൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സുധാകരൻ, ജില്ലാ പ്രസിഡന്റ് വി മുരളീധരൻ, ജില്ലാ ജനറൽ സെക്രട്ടറി പ്രസാദ് കാക്കശ്ശേരി, വിശ്വ ഹിന്ദു പരിഷത്ത് താലൂക്ക് സെക്രട്ടറി വത്സൻ പുന്നയൂർ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുള്ള നിവേദനം ദേവസ്വം അധികൃതർക്ക് കൈമാറി. ചാലക്കുടി മേലൂർ പുഷ്പഗിരിയിൽ റബ്ബർ ഷീറ്റും ജാതിക്കായും സൂക്ഷിച്ചിരുന്ന ചേക്ക് കത്തിനശിച്ചു. ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു. മകരപ്പള്ളി ജോസ് ജിജുവിന്റെ വീടിന് സമീപമുള്ള ചേക്കാണ് കത്തിനശിച്ചത്. ചാലക്കുടിയിൽ നിന്ന് അഗ്നിശമന സേനയെത്തി തീയണച്ചു. തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ് ജീവനക്കാർ നടത്തിയ മിന്നൽ പണിമുടക്ക് പിൻവലിച്ചു.
കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ഷാജഹാനും ബസ് ജീവനക്കാരും നടത്തിയ ചർച്ചയിലാണ് ബസ് സമരം അവസാനിപ്പിച്ചത്. കുന്നംകുളത്ത് നിന്ന് തൃശൂരിലേക്ക് പോവുകയായിരുന്ന വരുൺ ബസ് തെറ്റായി ദിശയിൽ കയറിപ്പോയതിനെ തുടർന്ന് എതിർദിശയിൽ വരികയായിരുന്ന കാർ ബസിനു മുൻപിൽ നിർത്തിയിടുകയും ബസ് ജീവനക്കാരും കാറിലെ യാത്രക്കാരും തമ്മിൽ തർക്കമുണ്ടായതാണ് പണിമുടക്കിനിടയാക്കിയത്. സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ ഇരിങ്ങാലക്കുടയിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റിഹാബിലിറ്റേഷൻ നിപ്മറിന് ഐക്യരാഷ്ട്ര സംഘടനയുടെ കർമ്മസേന പുരസ്കാരം. പകർച്ചേതര വ്യാധികളുടെ നിയന്ത്രണത്തിലും സഹായക സാങ്കേതിക വിദ്യാ മേഖലയിലും നടത്തിയ മികച്ച പ്രവർത്തനമാണ് നിപ്മറിനെ UN പുരസ്കാരത്തിന് അർഹമാക്കിയതെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു തൃശൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ മാസം 25-ന് ന്യൂയോർക്കിൽ UN പൊതുസഭയുടെ 79ാം സമ്മേളനത്തിനനുബന്ധമായുള്ള കർമ്മസേന സൗഹൃദ യോഗത്തിൽ വെച്ച് UN കർമ്മസേന പുരസ്കാരം നിപ്മർ പ്രതിനിധി ഏറ്റുവാങ്ങുമെന്നും മന്ത്രി പറഞ്ഞു. ഏറ്റവും ആധുനികമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഭിന്നശേഷി പുനരധിവാസ മേഖലയിൽ നിപ്മർ മികവിൻ്റെ കേന്ദ്രമായിട്ട് വളരുന്നത്. സെറിബ്രൽ പാൾസി, ഓട്ടിസം, ബുദ്ധിപരമായ വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കുള്ള സ്പെഷ്യൽ സ്കൂളുകൾ, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ഒക്യുപേഷണൽ തെറാപ്പി, ഡെവലപ്മെൻ്റൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി എന്നിവയ്ക്കെല്ലാമുള്ള ഏറ്റവും ആധുനികമായ സൗകര്യങ്ങൾ നിപ്മറിൽ ലഭ്യമാണ്. കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി ഭിന്നശേഷി മേഖലയിലെ പ്രവർത്തനത്തിന് നിപ്മർ സംസ്ഥാന പുരസ്കാരം നേടിയിരുന്നു. ഭിന്നശേഷി പുനരധിവാസത്തിന് വെർച്വൽ റിയാലിറ്റി സംവിധാനം രാജ്യത്ത് ആദ്യമായി ഒരുക്കിയ നിപ്മറിനെ ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ചുള്ള സഹായക സാങ്കേതിക വിദ്യാ പരിശീലന പരിപാടിക്കും തിരഞ്ഞെടുത്തിരുന്നു. വെർച്വൽ റിയാലിറ്റി അധിഷ്ഠിത ചികിത്സ, അക്വാറ്റിക് തെറാപ്പി, IDHD ക്ലിനിക് തുടങ്ങിയ സൗകര്യങ്ങൾക്കൊപ്പം കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയുടെ അംഗീകാരമുള്ള ബാച്ചിലർ, ഡിപ്ലോമ കോഴ്സുകളും നിപ്മറിന്റെ സവിശേഷതകളാണെന്ന് മന്ത്രി വ്യക്തമാക്കി. നിപ്മർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ C ചന്ദ്രബാബു, ഡോക്ടർമാരായ TV ലീന, നിമ്മി ജോസഫ് എന്നിവരും മന്ത്രിയോടൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കേരള ക്ഷേത്രവാദികല അക്കാദമി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വടക്കുന്നാഥ ക്ഷേത്രം ശ്രീമൂലസ്ഥാനത്ത് ഓണമേളം സംഘടിപ്പിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ ഉദ്ഘാടനം ചെയ്തു. കേരള ക്ഷേത്രവാദികല അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ മുഖ്യാതിഥിയായി. അക്കാദമി ജില്ലാ പ്രസിഡന്റ് ചൊവ്വല്ലൂർ മോഹനൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി ജയശങ്കർ രാജഗോപാൽ, ട്രഷറർ പെരുവനം ഉണ്ണി, കല്ലേറ്റുംകര ഹരിശങ്കർ, ഊരകം രാഗേഷ്, സജേഷ് കുറുവത്ത് എന്നിവർ പങ്കെടുത്തു. പാണ്ടിമേളത്തിൽ വെള്ളിത്തിരുത്തി ഉണ്ണിനായർ ഇടംതലയിലും, പെരുവനം ഗോപാലകൃഷ്ണൻ വലംതലയിലും, കിഴൂട്ട് നന്ദനൻ കുറുംകുഴലിലും, കുമ്മത്ത് നന്ദനൻ ഇലത്താളത്തിലും, മച്ചാട് ഉണ്ണിനായർ കൊമ്പിലും പ്രമാണിത്വം വഹിച്ചു. തിരുവോണനാളിൽ ബാറിലുണ്ടായ തർക്കത്തെ തുടർന്ന് 2 പേരെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച യുവാവിനെ ഗുരുവായൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കോട്ടപ്പടി സ്വദേശി ഇച്ചാമോ എന്ന് വിളിക്കുന്ന രായ്മരക്കാർ വീട്ടിൽ നിഷാബിനെയാണ് അറസ്റ്റ് ചെയ്തത്. കോട്ടപ്പടി ചൂൽപ്പുറം സ്വദേശി പണ്ടാരക്കൽ സനീഷ്, ബന്ധു വിഷ്ണു എന്നിവരെയാണ് പ്രതി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. 2 വർഷം മുൻപുണ്ടായ തർക്കത്തിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചിറ്റാട്ടുകര വാഴപ്പിലാത്ത് വടംവലി മത്സരത്തിനിടെ ഉണ്ടായ കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് 2 പേരെ പാവർട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. ചിറ്റാട്ടുകര കാക്കശ്ശേരി കോതംപുരം വീട്ടിൽ ശ്രേയസ്, എളവള്ളി പടിഞ്ഞാറേപ്പുരയ്ക്കൽ അക്ഷയ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ടാലറിയാവുന്ന 11 പേർക്കെതിരെയും കേസെടുത്തു. എളവള്ളിപ്പാറ സ്വദേശി പറങ്ങനാട്ട് ഷിദിനാണ് കുത്തേറ്റത്. എളവള്ളിപ്പാറ ടീമും കാക്കശ്ശേരി ഡി ബ്രദേഴ്സ് ടീമും തമ്മിൽ തർക്കം നടന്നിരുന്നു. മത്സരശേഷം തിരിച്ചു പോകുന്നതിനിടെയായിരുന്നു ആക്രമണം നടന്നത്. അതിമാരക മയക്കുമരുന്നായ LSD സ്റ്റാമ്പുമായി കാപ്പ കേസ് പ്രതിയെ ചേർപ്പ് എക്സൈസ് പിടികൂടി. ചൊവ്വൂർ സ്വദേശി മാളിയക്കൽ വീട്ടിൽ ജിനുവിനെയാണ് 130 മില്ലിഗ്രാം LSD സ്റ്റാമ്പുമായി ചേർപ്പ് എക്സൈസ് ഇൻസ്പെക്ടർ KV രാജേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിപിൻ രാജ്, സുഭാഷ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ശ്യാമലത, സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ ഷൈജു എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ചാപ്പാറയിൽ സൈക്കിളിൽ പോകുന്നതിനിടെ റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഗുഡ്സ് ഓട്ടോറിക്ഷ ഡ്രൈവർ മരിച്ചു. പുല്ലൂറ്റ് സ്വദേശി കുഴിക്കണ്ടത്തിൽ 57 വയസ്സുള്ള സഗീറാണ് മരിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. ആലപ്പാട് പുറത്തൂർ സ്വദേശിയായ വീട്ടമ്മ പാടത്ത് കുഴഞ്ഞു വീണു മരിച്ചു. മേൽവീട്ടിൽ അശോകൻ ഭാര്യ 50 വയസ്സുള്ള ലളിതയാണ് മരിച്ചത്. ബുധനാഴ്ച വൈകിട്ട് അശോകനും ഭാര്യ ലളിതയും പുറത്തൂർ പടവിലെ സ്വന്തം നിലത്തിൽ പുല്ലുവാരുന്നതിനിടെയായിരുന്നു സംഭവം.
കുഴഞ്ഞുവീണ ലളിതയെ അശോകനും സമീപത്തുണ്ടായിരുന്ന കർഷകരും ചേർന്ന് ആലപ്പാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6850 രൂപ, പവന് 54,800 രൂപ. വെള്ളി ഗ്രാമിന് 95 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3271 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. പുലിക്കൊട്ടിന്റെ താളത്തിൽ ചുവടുവെച്ച് പുലിക്കൂട്ടങ്ങൾ തൃശൂർ നഗരം കീഴടക്കി. പുലിക്കളി ആവേശത്തിലലിഞ്ഞ ജനസാഗരം. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. യുഎയിൽ നിന്നെത്തിയ 38കാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. ജാഗ്രതാ നിർദ്ദേശവുമായി ആരോഗ്യവകുപ്പ്. ഗുരുവായൂർ ക്ഷേത്രം മേൽശാന്തിയായി വെള്ളറക്കാട് തോന്നല്ലൂർ പുതുമന ശ്രീജിത്ത് നമ്പൂതിരിയെ തെരഞ്ഞെടുത്തു. ഈ മാസം 30-ന് രാത്രി അത്താഴപൂജയ്ക്ക് ശേഷം പുതിയ മേൽശാന്തി ചുമതലയേൽക്കും. മറ്റത്തൂർ മുപ്പിളിയിൽ ജനവാസ മേഖലയിൽ പുലിയിറങ്ങി. ഓലിക്കൽ ജോസഫിന്റെ വീട്ടുമുറ്റത്താണ് പുലിയെ കണ്ടത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.